ബാക്ക് ടു ഗെയിമിംഗ് സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പം നമ്മളിന്ന് പാർട്ട് 4 ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ പാർട്ട് 4 എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ BMW ഇതേതാ മോഡലിൽ നിന്നും എനിക്കറിയത്തില്ല, ഈ പോലീസ് കാറാണ് കേട്ടോ. അത് ഇനി നമ്മുടെ ഡോഡ്ജ് കുട്ടപ്പനും കൂടിയാണ്. നമ്മുടെ നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റേ മോനുബൈ വന്ന കാറാണ് കേട്ടോ ഇത്. നമുക്കപ്പം നമ്മളെപ്പോഴും എടുക്കുന്ന സ്പോട്ടിൽ തന്നെ പോയി എടുക്കാം കേട്ടോ ഗീസ്. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ തേട്ടിൻ്റെ അടുത്തോട്ട് കുതിച്ച് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഒരു സാധനം പോലും ഇല്ല. ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. നമുക്ക് ആദ്യം ഒരു ഷോപ്പ് കണ്ടെത്തണം. നമ്മുടെ തൊട്ടടുത്തുള്ളത് ഈ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം ഗീസ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുള്ളൂ. അയ്യോ ഗീസ്, സ്ഥലം മാറിപ്പോയി. ഇതപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്ന് നോക്കണം. കഴിഞ്ഞു പോയി. നമുക്ക് സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ കേസേ. ഇതാണ് നമ്മുടെ സ്റ്റോറ്. നമുക്കിവിടുന്ന് ആദ്യം വെള്ളം മേടിക്കുന്നുണ്ടോ. വെള്ളം, ചിപ്സ് മേടിച്ചേക്കാം. നമ്മുടെ രണ്ടും നന്നായിട്ട് കുറവ് മുന്നോട്ടോ. വെള്ളം കുടിച്ചപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇതായിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്നും ട്രൈ ചെയ്യുന്ന ഡ്രിഫ്റ്റിംഗ് പ്ലേസിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. തൊട്ട് നേരെ കാണുന്നതാണത്. കണ്ട് നമ്മുടെ സൈറനൊക്കെ ഇട്ട് സെറ്റാണ്. അയ്യോ ഇതല്ല നമ്മുടെ സാധനം റൈറ്റ് സൈഡിലാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതപ്പം നമ്മൾ നമ്മുടെ എൻട്രി സീനായിട്ടാണ് കേട്ടോ. ഏടാ മോനെ സീൻ. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റിംഗ് പ്ലേസ്. ഇടിച്ച് അയ്യോ ബസിയ എന്തോ നമുക്ക് തട്ടിയൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. നമ്മുടെ ഈ കാർ ടയറിൻ്റെ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടാൽ മതി. ദിവസം ഞാൻ കളിച്ചിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് ഒരുമാതിരി കിറുക്കം അടിച്ചതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്കാദ്യം നമ്മുടെ ഡ്രിഫ്റ്റിങ് നോക്കാം. ഡ്രിഫ്റ്റിംഗ് ഒക്കെ നല്ലപോലെ ആവുന്നുണ്ട്. ഇനി റിവേഴ്സ് ഡ്രിഫ്റ്റിങ്. നന്നായിട്ടാവുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി കുറേ സ്ഥലത്തൊക്കെ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടുന്ന കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മുടെ വലിയ പരീക്ഷയ്ക്കായിട്ട് ലാസ്റ്റ് ഒരെണ്ണം കൂടെ വല്ലതും എടുക്കാം. പിന്നെ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വ്ളോഗർ ബോയ് P4P ആണ് കേട്ടോ. അത് എല്ലാവരും ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നമുക്ക് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, മണി ബാങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പിന്നെ പോയെടുക്കാം. അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ടെസ്റ്റിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങാൻ പോകുന്നു. സെക്കൻഡ് കയറി ഇപ്പോൾ 50ഓളം കയറി, തേർഡ് കയറി ഇപ്പോൾ 80ഓളം കയറി, ഫോർത്ത് കയറിപ്പോൾ 140ഓളം കയറി കേട്ടോ. ഫിഫ്ത്ത് കയറിയപ്പോൾ 160 കയറുമെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ല, അതിനെയും പൊട്ടിച്ച് താഴതമ്യം ചെയ്തു കേട്ടോ. നമ്മുടെ സ്പീഡ് നമ്മൾ അളക്കാൻ പോകുന്നത് അത്രയുമാണ് കേട്ടോ. നമ്മൾ കുറേ നാൾ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ കൺട്രോൾസൊക്കെ പോകാൻ വന്നിട്ടുണ്ട്. വലിയ കൺട്രോൾസൊന്നും ഇല്ല. 700 കയറി, 300 കയറി. ജേസപ്പാൽ നന്നായിട്ടാണ് നാട്ടിലെത്തിൻ്റെ കൈ എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഡ്രിഫ്റ്റിങ്ങിന് ഇത് പാസ്സായിട്ടുണ്ട്. ഡ്രിഫ്റ്റിങ്ങിനും പാസ്സായി, ഇതിനും പാസ്സായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാധനം കിടുക്കിടുക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളെ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയറും ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ ഗൈസ്. അതിൻ്റെ അത് 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. കുറേ വീഡിയോകൾ ഒന്നും കൂടി ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഡ്രിഫ്റ്റിങ്ങും സ്പീഡിങ്ങും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ലുക്കെന്ന് പറയുന്ന ഒരു മുറ്റ സാധനമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലുക്ക് എന്നൊക്കെ പറയുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഒന്നും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ സബ് ചെയ്തില്ലേ സബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലേ ഷെയറും ചെയ്യുക. അപ്പം ഒരു വീഡിയോ ആയിട്ടൊന്നും കൂടെ കാണാം. ബൈ.